സ്കൂൾ തുറന്നു, പഠിപ്പൊക്കെ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ചോദ്യമാണ്, വാട്ട് ഇസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഭൗതിക അളവ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. സംതിങ് വി ക്യാൻ സീ, നമുക്ക് കാണാൻ പറ്റുന്നത്, നമുക്ക് അളക്കാൻ പറ്റുന്നത്, നമുക്ക് അളക്കാൻ പറ്റാത്തത്, ഓൺലി നീളം, അതായത് ലെങ്ത് മാത്രമാണ്. ഇതാണ് നമുക്ക് ഓപ്ഷൻസ്. നമുക്കറിയാം സംതിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്, നമുക്ക് അളന്നെഴുതാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഭൗതിക അളവ് എന്ന് പറയുന്നത്. ചിലപ്പോൾ പേര് കേൾക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കുക അളന്നെഴുതാൻ പറ്റും. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഒരാള്, നിന്റെ നീളം എത്ര? അപ്പൊ നമ്മൾ പറയും 100 സെന്റിമീറ്റർ ആന്ന് പറയും. ഓക്കെ, 100 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറ്റി? നമുക്ക് അളന്നു അല്ലെ 100. പിന്നെ സെന്റിമീറ്റർ അതെന്താണ്? അതിന്റെ യൂണിറ്റ് ആണ്. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, നിന്റെ വീടും സ്കൂളും തമ്മിൽ എത്ര ദൂരമുണ്ട്? അപ്പൊ നമ്മൾ പറയും ഒരു 2 കിലോമീറ്റർ ഉണ്ട്. നോക്കൂ, 2 ഒരു നമ്പർ ഉണ്ട്, പിന്നെ എന്തുണ്ട്? കിലോമീറ്റർ ഒരു യൂണിറ്റ് ഉണ്ട്. ഇങ്ങനെ നമ്പറും യൂണിറ്റുമായിട്ട് നമുക്ക് അളന്നിട്ട് എഴുതാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഭൗതിക അളവെന്ന് വിളിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. അതിന് കുറെ എക്സാമ്പിൾസ് ഉണ്ട് അല്ലെ. നമ്മളോട് ചോദിക്കുകയാണ് പഞ്ചസാര വാങ്ങാൻ പറയുന്നു. അപ്പൊ നമ്മൾ പറയും 2 കിലോ പഞ്ചസാര. നോക്കൂ, 2 കിലോ പഞ്ചസാര, നമ്പറും ഉണ്ട് യൂണിറ്റും ഉണ്ട്. സ്വർണം അല്ലെ, ഇത് എത്ര ഗ്രാമാ? അത് 2 ഗ്രാമാ. ഓഹോ, നമ്പർ ഉണ്ട്, യൂണിറ്റ് ഉണ്ട്. ഇങ്ങനെ എഴുതാൻ പറ്റുന്ന എല്ലാത്തിനെയും നമ്മൾ എന്ത് വിളിക്കും? ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഭൗതിക അളവ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഉണ്ട്, താഴെ പറയുന്നവയിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? നോക്കൂ, ലവ് സ്നേഹം, ടെമ്പറേച്ചർ താപനില, ബ്യൂട്ടി സൗന്ദര്യം, ഹാപ്പിനെസ് സന്തോഷം. ഏതാ വരിക? നമുക്കറിയാം അത് ടെമ്പറേച്ചർ ആണ്, താപനിലയാണ്. അത് മാത്രമാണ് നമുക്ക് അളന്നെഴുതാൻ പറ്റുക. 32 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, അങ്ങനെ അളന്നിട്ട് എഴുതാൻ പറ്റുക. ലവ് സ്നേഹം നമുക്ക് അളന്നെഴുതാൻ പറ്റുമോ? ചിലർ പറയും എനിക്ക് കടലിനേക്കാൾ ഇഷ്ടമാണ്. നമുക്ക് എങ്ങനെ കടലിൽ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല അല്ലെ. അങ്ങനെ അളന്നെഴുതാം. ബ്യൂട്ടി, ഞാൻ ഭയങ്കര ഭംഗിയാന്ന് പറഞ്ഞാൽ എത്ര ഭംഗി ആരോട് പറയാൻ പറ്റും? എത്ര ഭംഗിയുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? അളന്നാൻ പറ്റില്ല, അളക്കാൻ പറ്റില്ല അല്ലെ. അളക്കാൻ പറ്റാത്തത് ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. സന്തോഷം, എനിക്കിന്ന് ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയാ. എന്ത് എത്ര അറിയില്ല അല്ലെ. അങ്ങനെ അളന്നെഴുതാൻ പറ്റാത്തത് ഒന്നും എന്തല്ല? ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല, ഭൗതിക അളവല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ ചോദ്യമാണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമ്മളുടെ ഫോഴ്സിന്റെ ബലത്തിന്റെ യൂണിറ്റ് ആണ്. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. സോ താഴെ കമന്റ് ചെയ്യുക.